കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല മിടുമിടുക്കനായിട്ട് ഒരു ഉണ്ണിക്കണ്ണൻ ശ്രീലകത്തതാ നിൽക്കണു. ആ കുഞ്ഞിക്കാലുമല്ലതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുക. നല്ല ഭംഗിയായിട്ട് നല്ല കുഞ്ഞ് ചെറുതായിട്ട് തടിച്ചിട്ടുണ്ട് ഒരു ഉണ്ണിക്കണ്ണൻ. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ടുമാല, ഒരു കാശുമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു വെണ്ണൂറില പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കയ്യിലൊരു ഓടക്കോഴിലും പിടിച്ചിട്ടുണ്ട്. കിട്ടിയ ആനന്ദത്തിലാണ് ഉണ്ണിക്കണ്ണൻ. ഒരു ആനന്ദക്കണ്ണനായിട്ട് അന്ന് ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. അത്ര കൗതുകം ഉണ്ടാകുന്ന ഇപ്പ് കാണാൻ. ഒരു മിടുമിടുക്കൻ നല്ല കൗതുകത്തിൽ ഇങ്ങനെ നിൽക്കുക. ചെവിയിൽ ചെവി പൂക്കള്, നെറ്റീമിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. നമ്മൾക്കിങ്ങനെ മനസ്സിലിങ്ങനെ ആനന്ദം തരാം പുഞ്ചിരി കണ്ടാല്. അത്ര രസമായി പുഞ്ചിരി തൂക്കി കൊണ്ട് യശോദമ്മ അപ്പം അങ്ങോട്ട് കയ്യിൽ കൊടുത്തിട്ടേ ഉള്ളൂ വെണ്ണൂറിലെയും മുടക്കോയിടും. അത് രണ്ടും പിടിച്ചിട്ടാണ് നിൽക്കണത്. കണ്ണന് വേണ്ടപ്പെട്ട കണ്ണൻ രണ്ട് കയ്യിലുണ്ട്. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിന് മുകളിൽ 3 തിരുമുടിമാലകളാണ്. വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ട് തിരുമുടിമാല, വെളുത്ത പൂവും തുളസിപ്പൂവായിട്ട് തിരുമുടിമാല, പിന്നെ വെളുത്ത പൂ മാത്രമായിട്ട് ഒരെണ്ണം, അങ്ങനെ 3 തിരുമുടിമാലകൾ. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല, വെളുത്ത അന്ത്യാർവട്ട പൂ മാത്രമായിട്ട് നല്ല തടിച്ചു വരേണ്ട ഒരു ഉണ്ടമാല, അതും നല്ല ഭംഗിയുണ്ട്. ഉണ്ണിക്കണ്ണനെ കാണാൻ തന്നെ നല്ല കൗതുകം, നല്ല സന്തോഷവും കണ്ടാൽ തന്നെ ഒരു ആനന്ദമായിട്ടാണ് നിൽക്കണം ഉണ്ണിക്കണ്ണൻ. ഒരു ആനന്ദക്കണ്ണൻ ഗുരുവായൂരപ്പാ. മനസ്സ് നല്ല സന്തോഷമാണ്. പുഞ്ചിരി തൂക്കി നിൽക്കണം ആ ഉണ്ണിക്കണ്ണനെ കണ്ടാൽ. അത്ര രസമായിട്ടാണ് നിൽക്കുന്നത്. ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയും ആയിട്ടുള്ള രണ്ട് ഉണ്ടമാലകൾ. പിന്നെ താമര തുളസിയായിട്ട് ഒരു ഉണ്ടമാല. പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ട് ഒരെണ്ണം. പിന്നെ വെളുത്ത പൂ പറഞ്ഞാൽ വെളുത്ത പൂ ധാരാളമായിട്ട്, തുളസിപ്പൂ കുറച്ചായിട്ട് അങ്ങനെ. പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ട് 3 എണ്ണം. 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. വേഗത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെ ഒക്കെ നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കാണാൻ വെണ്ണൂറിലെയും മാറുകൾ ചേർത്ത് പിടിച്ച് ഓടക്കോഴിലും ചേർത്ത് പിടിച്ച് നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ. നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഇരിക്കണത് കേട്ടോ. ആ രൂപം കണ്ടിട്ട് ഗുരുവായൂരപ്പാ. സമാധിയാം പാവകനിൽ തിളച്ചു പഴുത്ത പീയൂഷ സുവർണ കുംഭം, സ്വരൂപമാം കൈക്കില കൂട്ടി വാങ്ങി വിളമ്പിയുണ്ടു ഹരിഭക്തലോകം. കറുത്ത പീലിക്കുഴൽ കെട്ടിവെച്ചു കൊഴുത്ത പുല്ലാങ്കുഴൽ മെല്ലയൂതി ചിരിച്ചു കണ്ണൻ കനിവോടുകൂടി വരുമ്പോൾ ഞാനൊക്കെ മറന്നിടുന്നു. മറന്നു പോകും. പൊന്നുണ്ണി കണ്ണൻ്റെ ആ നിപ്പ് കണ്ടില്ല, എന്തൊരു സന്തോഷമായിട്ടാണ് ആ കണ്ടാൽ നമ്മുടെ മനസ്സിൽ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്ര കണ്ട് സന്തോഷമാവും. ഒരു സച്ചിദാനന്ദ കട്ട തന്നെയാണ് ആ ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ. ആ സച്ചിദാനന്ദ കട്ട തിരുമുഖം കണ്ടാൽ തന്നെ നമുക്ക് മതി. അത്ര കണ്ട് സന്തോഷം. പുഞ്ചിരി തൂകിയും കൊണ്ട് കരുണാർദ്രയുള്ള നോട്ടത്തോടു കൂടി നിൽക്കണ ആ ഉണ്ണിക്കണ്ണനെ കാണാൻ അത്ര കണ്ട് കൗതുകമുണ്ട്. നമുക്ക് ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണകണ്ട് നമസ്കരിക്കുക. ആ 2 തൃപ്പാദം നമുക്കുള്ളതാണ്, ഭക്തന്മാർക്കുള്ളതാണ്. മുറുകെ പിടിച്ചിട്ട് ആ തിരുമുഖം നോക്കുക, പുഞ്ചിരി തൂക്കി നമ്മൾ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ. ആ മനസ്സിലങ്ങനെ വിചാരിക്കുക ആ രൂപം തന്നെ എന്തൊരു ആനന്ദം അറിയോ. എന്നിട്ട് ആ പൊന്നുണ്ണി കണ്ണൻ തിരുമുഖം നോക്കി, ആ സച്ചിദാനന്ദ കട്ടയുടെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണാ കൈവെടിയരുതേ, നാമം ജപിക്കാൻ തോന്നിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.